പലസ്തീനികളുടെ വിവരം മൈക്രോസോഫ്റ്റ് വഴി ഇസ്രയേൽ ചോർത്തി എന്ന് പറയുന്ന ഒരു ആരോപണം വരുന്നു. ഇസ്രയേലിന് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രയേലിനുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് ലോകത്ത് മറ്റാർക്കുമുള്ളതിനേക്കാൾ ഇസ്രയേലിനാണുള്ളത്. മൊസാദ് എന്ന് പറയുന്ന സംഘടനയെ പറ്റി നമുക്കറിയാം. കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും അതിനെ അവലോകനം ചെയ്യാനും അതിലൂടെ കൃത്യമായ നിഗമനങ്ങളിലെത്താനും ശേഷിയുള്ളവരാണ് ഈ പറയുന്ന മൊസാദ് എന്ന് പറയുന്നത്. ലോകത്ത് ആർക്കും കിട്ടാത്ത വിവരങ്ങൾ ആദ്യം അവർക്ക് കിട്ടുമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഇസ്രയേലും മൊസാദും ഈ മൈക്രോസോഫ്റ്റിനെ ആശ്രയിച്ചു വിവര ചോർച്ചയ്ക്ക് എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? വിശ്വസിക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം ഇവർക്ക് ഡാറ്റ ചോർത്തുക എന്നുള്ളതാകുമ്പോൾ അത് ആരുമായി ചേർന്നുള്ളത് എന്നുള്ളതിൽ അവിടെ പ്രസക്തിയില്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ മൊസാദിനെ പറ്റി നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ ഇത് ചോർത്തിയത് ആരാണ് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെയില്ലേ. മൊസാദല്ല പക്ഷേ അത് ചോർത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യ സൈബർ യുദ്ധ യൂണിറ്റ് ആയിട്ടുള്ള 8200 എന്ന് പറയുന്ന വിങ്ങാണ്. അത് അവരുടെ സൈബർ യൂണിറ്റാണ്. നമുക്ക് അറിയാം, ലെബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകരൊക്കെ പേജർ അറ്റാക്ക് ഉണ്ടായി കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. ഇനി ആരും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയെ എത്തിച്ച ആ ഒരു അറ്റാക്ക്. അപ്പോൾ അത് പിന്നീട് ഓരോ പേജർ വരുമ്പോഴും ഓരോരുത്തർക്കും ഭയമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അത് നടത്തിയത് ഇവരുടെ ഈ വിങ്ങാണ്, യൂണിറ്റ് 8200 എന്ന് പറയുന്ന വിങ്ങാണ് എന്നുള്ളതാണ്. ഇത് ഇസ്രായേലി മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഷ്മോനെ മത്തായിം എന്ന് പറയുന്ന ഹീബ്രു നമ്പറുകളിൽ ഇസ്രായേലിൽ അറിയപ്പെടുന്ന പ്രതിരോധ സേനയുടെ സ്പെഷ്യലിസ്റ്റ് സൈബർ വാർഫെയർ ആൻഡ് ഇൻ്റലിജൻസ് യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. 8200 എന്നത് US നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെയോ ബ്രിട്ടൻ്റെ GCHQവിൻ്റെ തുല്യമായിട്ടുള്ള ഒരു വിങ്ങാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഏറ്റവും വലിയ ഒറ്റ സൈനിക യൂണിറ്റ് കൂടിയാണ് ഈ പറയുന്ന വിങ്. 1948 ഇസ്രായേലിൻ്റെ ആ ഒരു ആവിർഭാവ സമയത്ത് തന്നെ രൂപീകരിച്ചിട്ടുള്ള ആദ്യകാല കോഡ് ബ്രേക്കിങ്ങിൽ നിന്നും ഇൻ്റലിജൻസ് യൂണിറ്റുകളിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ രഹസ്യമാണ്. സ്വാഭാവികമായും ഇറാനിയൻ ആണവ കേന്ദ്രീകൃത സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കിയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. 2005-2010 കാലഘട്ടത്തിൽ നടന്നതാണ്. അത് സ്റ്റക്സ്നെറ്റ് വൈറസ് ആക്രമണമാണ്. ഇത് നടത്തിയത് പോലും ഈ യൂണിറ്റ് 8200 എന്ന് പറയുന്ന വിങ്ങാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നടന്നത് ലെബനനിലെ സ്റ്റേറ്റ് ടെലികോം കമ്പനിയായിട്ടുള്ള ഒഗേറോയിൽ 2017 നടന്നിട്ടുള്ള മറ്റൊരു സൈബർ ആക്രമണത്തിനും പിന്നിലും ഇവരാണ്. 2018 ഓസ്ട്രേലിയയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് പറക്കുന്ന ഒരു സിവിലിയൻ വിമാനത്തിന് നേരെ ഐസിസ് നടത്തിയ ആക്രമണം തടയൽ എന്നിവ ഇവർ ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റുമായിട്ട് ഒരു കരാറുണ്ടാക്കി മൈക്രോസോഫ്റ്റിൻ്റെ എന്താ പറയുക CEO സത്യ നദല്ലയുമായിട്ട് ഒരു കരാറുണ്ടാക്കി ഈ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ ചോർത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ മൈക്രോസോഫ്റ്റിൻ്റെ അഷ്വർ ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലുള്ളവരുടെ ഒക്കെയും ഫോൺ കോളുകളും മറ്റു കാര്യങ്ങളുമൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എന്ന് പറയുന്നത് കേവിങ്ടൺ ആൻഡ് ബെർലിംഗ് നിയമസ്ഥാപനത്തിലെ അപേക്ഷകരാണ് ഇനി നടത്താൻ പോകുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ, അതായത് മൈക്രോസോഫ്റ്റ് എന്താ പറയുക, ഉപയോക്താക്കൾക്ക് കൊടുത്തിരിക്കുന്ന സേവന വ്യവസ്ഥകളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളുടെ കരാറുകളുടെയൊക്കെ ലംഘനം കൂടിയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇസ്രായേൽ സർക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം ഉയർന്നതിനെ തുടർന്ന് മൈക്രോസോഫ്റ്റ് പരിശോധന നടത്തുന്നത് എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ മൈക്രോസോഫ്റ്റിൻ്റെ ചില പരിപാടികളൊക്കെ തടസ്സപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ ശുദ്ധികലശം നടത്തുമെന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവിടെ ഇനിയും ഹമാസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഓരോ വീടിൻ്റെയും ആശുപത്രിയുടെയും സ്കൂളുകളുടെയും അടിയിലൊക്കെ തുരങ്കമുണ്ടാക്കി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എലിയെ പോലെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. എത്ര മുകളിൽ നിന്ന് എത്ര തുടച്ചു നീക്കിയാലും അടിത്തട്ടിൽ ഇവരുണ്ടോ ഇവർ എന്താ പറയുക ആശയ വിനിമയം നടത്തുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
വിഷയങ്ങളായിരിക്കാം ഇവർ ചോർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് കരുതേണ്ടത്. അല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ഇസ്രായേലിന് പൊതുവെ വിരോധമൊന്നുമില്ല. ജനങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാകുന്നത് പോലും ഇവരുടെ മനുഷ്യ കവചമാക്കി നിർത്തുന്നത് കൊണ്ടാണ് ജനങ്ങൾ പോലും മരണപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പല മാധ്യമങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഇസ്രായേൽ ചെന്ന് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഈ പലസ്തീനിലെ ജനങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കാണ് മനഃപൂർവ്വമായിട്ടുള്ള വാർത്ത കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു രാജ്യം അതിൻ്റെ ആവിർഭാവം മുതൽ അവർ തലങ്ങും വിലങ്ങും ആക്രമണം നേരിടുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ഇവർ ഹമാസുമായി മാത്രമല്ലേ ആക്രമണത്തിന് മുതിർന്നിട്ടുള്ളൂ. എന്തിനാണ് ഹൂതികളും മറ്റുള്ളവരുമൊക്കെ ഹിസ്ബുള്ളയുമൊക്കെ വന്ന് ഇവരെ അടിക്കാൻ നിൽക്കുന്നത്? ഹമാസുമായിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നാൽ പോരെ? അതല്ലല്ലോ. അപ്പോൾ ഇറാൻ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഇവർക്ക് ഉള്ള കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാന്റെ പ്രോക്സികളാണ് ഇതൊക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നാട്ടിൽ പാട്ടായ കാര്യമാണ്. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയേണ്ടത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗം ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ POK നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് എന്തുകൊണ്ട് എടുക്കുന്നില്ല എല്ലാവരും ചോദിക്കും. പക്ഷെ POK മുഴുവനായിട്ട് ആ ജനങ്ങളെ മുഴുവനും നമുക്ക് എടുക്കാൻ കഴിയില്ല. അത് ഫിൽട്ടർ ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. കാരണം അവിടെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങളുമുണ്ട്. എത്രത്തോളം ഭീകരർ അവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. കാണുമ്പോൾ സാധാരണക്കാരനായിട്ട് തോന്നും. ഇതേപോലെ സാധാരണക്കാരനായിട്ട് തോന്നിയിട്ടുള്ള ആളുകളാണ് ഈ പഹൽഗാമിൽ വന്ന് ഈ കഴിഞ്ഞ ഇടക്ക് എന്ന് പറഞ്ഞ പോലെ ആക്രമണം നടത്തിയിട്ട് പോയത്. അപ്പോൾ ഈ പറയുന്ന ഗാസയും പലസ്തീനും ഒക്കെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഇസ്രായേലിന് അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ ചോർത്തുക എന്നുള്ളത് രാജ്യാന്തര തലത്തിലൊക്കെ വരുമ്പോൾ അത് വലിയ കുറ്റകരമായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ടെങ്കിൽ ഇസ്രായേൽ അത് സഹകരിക്കുക തന്നെ വേണ്ടി വരും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെയും അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മൊസാദിൻ്റെ പേരിൽ. അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഞങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇതും സമ്മതിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞ പോലെ ശുദ്ധികലശത്തിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കാം. ഇനി ഏതെങ്കിലും തുരങ്കത്തിൽ ഏതെങ്കിലും ഒരു ഹമാസോളി ഇരിക്കുന്നുണ്ടോ അവനെ കൂടെ തീർക്കേണ്ടതാണെങ്കിൽ ഇപ്പോൾ ബന്ദികളുടെ കാര്യം പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇവർക്കെതിരെയുള്ള ആക്രമണം ഇവരെ തുടച്ചു നീക്കാനുള്ള നടപടികളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ ജൂത സെറ്റിൽമെൻറ്റുകളൊക്കെ പിടിച്ചെടുത്ത ഭാഗത്തൊക്കെ തുടങ്ങുകയാണ്. അതും സർക്കാരിൻ്റെ ചെലവിലാണ്. സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളും പാകിസ്ഥാനുമായിട്ട് നിരന്തരം അടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ കയ്യിലിരിപ്പ് കാരണമാണ് നമുക്ക് തിരിച്ചടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരെ ഈ പറയുന്ന ഭീകരരെ ഇല്ലാതെയാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് മനസ്സിലാകുന്ന അത്രയും മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് മനസ്സിലാകുമോ എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അവരെ ശുദ്ധീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ ആ വിവരങ്ങൾ ചോർത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ശരിയാകാനുള്ള സാധ്യതകളുണ്ട്. ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു കാര്യത്തിനായിരിക്കും ജനങ്ങളുടെ മേലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.